ഹേ ഗൈസ്, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിൽ 580 അപ്രന്റീസ് ഒഴിവുകൾ. ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ നാസിക്കിലുള്ള ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 580 ഒഴിവുണ്ട്. ITI-ക്കാർക്ക് 324, എഞ്ചിനീയറിംഗ് ബിരുദക്കാർക്ക് 105, ഡിപ്ലോമക്കാർക്ക് 71, നോൺ ടെക്നിക്കൽ ഗ്രാജുവേറ്റ്സിന് 80 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. അപേക്ഷകർ 2020 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിൽ കോഴ്സ് പൂർത്തിയാക്കിയവരായിരിക്കണം. ഒരു വർഷമാണ് അപ്രന്റീസ്ഷിപ്പ് കാലാവധി. അടുത്തായി പറയാൻ പോകുന്നത് ട്രേഡ് അപ്രന്റീസ് ട്രേഡുകളും ഒഴിവുകളുമാണ്. അപ്പോൾ ഫിറ്റർ 138, ടൂൾ ആൻഡ് ഡൈ മേക്കർ 10, ടർണർ 20, മെക്കാനിസ്റ്റ് 17, മെക്കാനിസ്റ്റ് അതായത് ഗ്രൈൻഡർ 7, ഇലക്ട്രീഷ്യൻ 27, ഇലക്ട്രോണിക്സ് മെക്കാനിക് 8, ഡ്രോഡ്സ്മാൻ 5, മെക്കാനിക് അതായത് മോട്ടോർ വെഹിക്കിൾ 6, റെഫ്രിജറേറ്റർ ആൻഡ് AC മെക്കാനിക് 6, പെയിന്റർ 7, കാർപ്പന്റർ 6, ഷീറ്റ് ആൻഡ് മെറ്റൽ വർക്കർ 4, കോപ്പ 50, വെൽഡർ 10, സ്റ്റെനോഗ്രാഫർ 3. ഇത്രയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അടുത്തത് പറയുന്ന യോഗ്യതയാണ് ബന്ധപ്പെട്ട വിഷയത്തിൽ NCVT അല്ലെങ്കിൽ SCVT അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ITI സ്റ്റൈപ്പൻഡ്, അതായത് 7,700 മുതൽ 8,050 വരെ രൂപ. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് അപ്രന്റീസ്. അടുത്തതായി പറയുന്നത് ബ്രാഞ്ചുകളും ഒഴിവുകളുമാണ്. കമ്പ്യൂട്ടർ 10, എയ്റോനോട്ടിക്കൽ 5, സിവിൽ 12, ഇലക്ട്രിക്കൽ 14, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ 15, മെക്കാനിക്കൽ 35, പ്രൊഡക്ഷൻ 10, ഫാർമസി 4. അടുത്ത യോഗ്യതയാണ് 4 വർഷത്തെ BE, BTech, BPharm ബിരുദം. സ്റ്റൈപ്പൻഡ് 9,000 രൂപ. അടുത്തത് ഡിപ്ലോമ അപ്രന്റീസ്. ബ്രാഞ്ചുകളും ഒഴിവുകളുമാണ് പറയുന്നത്. എയ്റോനോട്ടിക്കൽ 3, സിവിൽ 8, കമ്പ്യൂട്ടർ 6, ഇലക്ട്രിക്കൽ 16, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ 15, മെക്കാനിക്കൽ 20, ലാബ് അസിസ്റ്റന്റ് 3. പിന്നെ പറയുന്നത് യോഗ്യതകളാണ്. ബന്ധപ്പെട്ട വിഷയത്തിൽ ത്രിവത്സര ഡിപ്ലോമ, അതായത് ലാബ് അസിസ്റ്റന്റിന് 1 വർഷം. സ്റ്റൈപ്പൻഡ് പറയുന്നത് 8,000 രൂപ. നോൺ ടെക്നിക്കൽ ഗ്രാജുവേറ്റ്സ് അപ്രന്റീസ്. അടുത്തത് വിഷയങ്ങളും ഒഴിവും. ആർട്സ് 25, കൊമേഴ്സ് 25, സയൻസ് 20, ബിസിനസ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ 3, ഹോട്ടൽ മാനേജ്മെന്റ് 2, നഴ്സിംഗ് അസിസ്റ്റന്റ് 5. അടുത്ത യോഗ്യതയാണ് 3-4 വർഷത്തെ ബിരുദം. സ്റ്റൈപ്പൻഡ് 9,000 രൂപ. അടുത്തതായി അപേക്ഷയാണ്. അപേക്ഷ ഓൺലൈനായാണ് അടയ്ക്കേണ്ടത്. നിലവിൽ കോഴ്സ് പഠിക്കുന്നവർക്കും പരീക്ഷ എഴുതി ഫലം കാത്തിരുന്നവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല. താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ID എന്നീ പോർട്ടലുകളിലേക്ക് രജിസ്റ്റർ ചെയ്ത ശേഷം ഗൂഗിൾ ഫോം വഴി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കുള്ള വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം. അവസാന തീയതി പറയുന്നത് ഓഗസ്റ്റ് 31 ആണ്. ഇപ്പൊ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.